എന്തുകൊണ്ടാണ് അങ്ങനെ വിദ്യാഭ്യാസ പദ്ധതിയിൽ സമഗ്ര വികസനത്തിനുള്ള ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ, അദ്ദേഹത്തിന്റെ പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത് ഒരു നിർബന്ധിത മാനദണ്ഡമായി വരുന്നത്? ഇപ്പൊ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് സമാനമായ പ്രശ്നമുണ്ടായിരുന്നു, സംസ്ഥാനം നടപ്പിലാക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി പറഞ്ഞു. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി നടപ്പിലാക്കുകയാണ് എങ്കിൽ ആ തരത്തിൽ അത് രാഷ്ട്രീയമായ അവകാശവാദത്തിന് കൂടി കാരണമാകണം എന്നുള്ളൊരു ചിന്ത എന്തിനാണ്? ഒന്നാമത്തെ കാര്യം, ആരോപണം തെറ്റാണ്. പ്രധാനമന്ത്രിയുടെ ഫോട്ടോയോ പ്രധാനമന്ത്രിയുടെ ചിത്രമോ പ്രധാനമന്ത്രിയുടെ പേരോ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. PM ശ്രീ എന്ന പേര് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നാളെ മറ്റൊരാളായി കഴിഞ്ഞാലും ആ സ്ഥാപനം അതുപോലെ തന്നെ തുടരും. ഇവിടെ ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ 100 കണക്കിന് പദ്ധതികളുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ പേരിൽ 1000 കണക്കിന് പദ്ധതികളുണ്ട്, രാജീവ് ഗാന്ധിയുടെ പേരിൽ 1000 കണക്കിന് പദ്ധതികളുണ്ട്. അങ്ങനെ നരേന്ദ്രമോദിയുടെ പേരിലല്ല ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒക്യുപ്പൈ ചെയ്യുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ വിഭാവനം ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ടാണ് PM ശ്രീ എന്നതിന് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് അർത്ഥം. അതല്ലാണ്ട് നരേന്ദ്രമോദിയുടെ ഒരു പദ്ധതി എന്നല്ല. നരേന്ദ്രമോദിയുടെ ചിത്രമോ ഫോട്ടോയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചിഹ്നങ്ങളോ ഉപയോഗിക്കാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇത് കേന്ദ്ര സർക്കാർ 60% വിഹിതം, അതായത് ഹിമാലയൻ സംസ്ഥാനങ്ങൾക്കും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾക്കും 90% കേന്ദ്രവും 10% സംസ്ഥാനവും, മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് 60% കേന്ദ്രവും 40% സംസ്ഥാനവും വിഹിതം വെക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പദ്ധതിയുടെ പേര് തന്നെ അതിന് ഉപയോഗിക്കണം. അതല്ലാണ്ട് നിങ്ങൾ കേരളത്തിലെ മറ്റൊരു പദ്ധതിയുടെ പേര് ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കിയിട്ട് കരുണ്യയാണെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ കിസാൻ നിധി നടപ്പാക്കിയിട്ട് കർഷകശ്രീ എന്ന് പറയുന്നത് പോലെ, PM ശ്രീയുടെ 14,500 സ്കൂളുകൾക്കുള്ള 5 കോടി രൂപയുടെ ഫണ്ട് മേടിച്ചിട്ട് കേരളത്തിലെ സ്കൂൾ വികസിപ്പിച്ചു അതിന് മറ്റൊരു പേര് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഒരു ന്യായമായിട്ടുള്ള മാനദണ്ഡം മാത്രമാണ്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. നോക്കൂ, പഞ്ചായത്ത് തൊഴുത്തുണ്ടാക്കാനോ അല്ലെങ്കിൽ മഴക്കുഴി ഉണ്ടാക്കാനോ 1 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ പറയുകയാണ് 1 ലക്ഷം രൂപയുടെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിക്ക് എനിക്ക് അവകാശമുണ്ട്, പക്ഷെ ഞാൻ മഴക്കുഴി ഉണ്ടാക്കില്ല, എന്റെ പ്രത്യേകമായിട്ടുള്ള ആവശ്യം മറ്റൊന്നാണ്, ഞാൻ ഓല മേയാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല, ഇത് ആ പദ്ധതിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഫണ്ടാണ്. ഈ 27,000 കോടി എന്ന് പറയുന്നത് PM ശ്രീ സ്കൂളുകൾ 14,500 സ്കൂളുകൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഫണ്ടാണ്. അത് നടപ്പാക്കിയാലേ ആ ഫണ്ട് കിട്ടുള്ളൂ. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട MOU നടപ്പാക്കില്ല, ആ പദ്ധതി ഞങ്ങൾ നടപ്പാക്കില്ല, പക്ഷെ പദ്ധതിയുടെ വിഹിതം ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നത് വിചിത്രമായിട്ടുള്ള വാദമാണ്. എല്ലാരും വിളിച്ചു. ഇവിടെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള തുക എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടത് തന്നെയാണ്. 6,000-ഓളം വരുന്ന SSA ജീവനക്കാർക്ക് മുടങ്ങിയിട്ടുള്ള ശമ്പളം മുടങ്ങിയത് തന്നെയാണ്. 336 സ്കൂളുകൾ ഉണ്ടാക്കാനുള്ള അവസരം എന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ്. ഈ വൈകി വന്ന വിവേകം കൊണ്ട് ഇനിയുള്ള ഒരു വർഷക്കാലം, 2027 വരെ ഈ പദ്ധതിയുടെ കാലാവധിയുള്ളൂ നമ്മൾ ആലോചിക്കണം. ഇനിയുള്ള വർഷക്കാലം പരമാവധി അതിന്റെ ആനുകൂല്യം പറ്റാനും, ഓരോ വർഷം 400 കോടി രൂപ വീതമാണ് നീക്കി വെക്കുന്നതെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ള 400 കോടിയെങ്കിലും മേടിച്ചെടുക്കാനും, അതിന്റെ അടിസ്ഥാനത്തിൽ 1, 2, 3, 4 എങ്കിലും വിദ്യാലയങ്ങൾ നിർമ്മിക്കാനും ശ്രമിക്കാന്നല്ലാതെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഫണ്ടുകൾ തിരിച്ചു കിട്ടാനുള്ള ഒരു വൈകി വന്ന വിവേകം കൊണ്ട് ഉപകരിക്കുന്നു ഞാൻ കരുതുന്നില്ല. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക.